ആ ഭാഗത്തുള്ള രണ്ട് കഷ്ണങ്ങൾ പരസ്പരം എടുത്തിട്ട് മയ്യത്ത് കഫൻ ചെയ്യുമ്പോഴായാലും കുളിപ്പിക്കുമ്പോഴായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിലേക്ക് നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഔറത്ത് ഒരു കാരണവശാലും കാണാൻ പാടില്ലാത്തതാണ്. ആ തുണി കെട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മയ്യത്തിന്റെ സുജൂദിന്റെ സ്ഥലങ്ങൾ, ശരീരത്തിലുള്ള ദ്വാരങ്ങൾ, ദ്വാരം സൃഷ്ടിപരമാവാം, ഇനി മുറിവ് ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ടോ പോസ്റ്റ്മോർട്ടം കാരണമായോ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവിലും ദ്വാരങ്ങളിലും നേരത്തെ പറഞ്ഞ കൽപ്പൂരം കലർത്തിയതായ പഞ്ഞി വെക്കൽ സുന്നത്താണ്. ആ പഞ്ഞി സുജൂദിന്റെ സ്ഥലങ്ങളിൽ കർപ്പൂരത്തിന്റെ പൊടി വതറിയ പഞ്ഞി അൽപ്പെടുത്തിട്ട് മൂക്കിലും അതുപോലെ വായിലും, നെറ്റി സുജൂദിന്റെ സ്ഥലമാണ്, ഇക്റാമൻ ലഹ, ആ സുജൂദിന്റെ സ്ഥലങ്ങളെ ബഹുമാനിച്ചു കൊണ്ടിട്ട് ആണ് ആ സ്ഥലങ്ങളിലൊക്കെ പഞ്ഞി വെക്കുന്നത്. ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നിട്ടും കക്ഷത്തും, അതെ, സുജൂദിന്റെ സ്ഥലത്തും കാതിലും, ഇനി കക്ഷത്തും വിരലുകൾക്ക് ഇടയിലും ഒക്കെ ഈ പഞ്ഞി അല്പാൽപ്പം വെച്ച് വിരലുകൾക്കിടയിലും വെച്ച് എല്ലാ ദ്വാരങ്ങളിലും കാൽ വിരലുകൾക്കിടയിലും കാലിന്റെ മുട്ടിലും സുജൂദിൽ നിലത്ത് വരുന്ന സ്ഥലങ്ങളിലൊക്കെ പഞ്ഞി വെച്ചതിന്റെ ശേഷം നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയ പോലെ വല്ല മുറിവുകളോ പൊട്ടുകളോ ഉണ്ടെങ്കിൽ അവിടെയും പഞ്ഞി വെച്ച് ഇനി തുണി പൊതിഞ്ഞ് കഫൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ജീവിതകാലത്ത് നാം വസ്ത്രം ധരിക്കുന്നത് വലതുഭാഗത്ത് മുന്തിച്ചുകൊണ്ടാണ്. ഇതുപോലെ മയ്യത്ത് കഫൻ ചെയ്യുന്ന സന്ദർഭത്തിലും ഇടതു ഭാഗത്ത് നിന്ന് വലതു ഭാഗത്തേക്കാണ് ആദ്യത്തെ പുടവ പൊതയുന്നത്. ഇത് പൊതിഞ്ഞ് പൂർത്തിയാക്കിയതിനു ശേഷം വലത് ഭാഗത്തെ കഷ്ണം ഇടതു ഭാഗത്തേക്കും മറയും. ഇപ്പോഴ് ആ തുണി പൊതിഞ്ഞത് മൂടിയ തുണി നമ്മൾ നീക്കും. ഇതുപോലെ രണ്ടാമത്തെ തുണിയും ഇടത്ത് ഭാഗത്തു നിന്ന് വലത്തോട്ടും പിന്നീട് വലത് ഭാഗത്തു നിന്ന് ഇടത്തോട്ടും വരുന്ന വിധത്തിൽ പൊതിഞ്ഞ് മൂന്നാമത് തുണിയും ഇതേ പ്രകാരത്തിൽ ആദ്യം ഇടത്തു നിന്ന് വലത്തോട്ടും പിന്നീട് വലത്തു നിന്ന് ഇടത്തോട്ടും പൊതിഞ്ഞ് പൂർത്തിയാക്കേണ്ടതാണ്. ശേഷം തലഭാഗത്തും നടുഭാഗത്തും പിന്നിലുമായി കാൽഭാഗത്തുമായി 3 കെട്ടുകൾ സുന്നത്താണ്. ഈ കെട്ടുകൾ ഖബറിൽ വെച്ചതിന്റെ ശേഷം അയച്ച് കളയേണ്ടതുമാണ്. ഖബറിൽ മയ്യത്തിനെ കെട്ടോടുകൂടി വെക്കരുത് എന്നാണ്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ മയ്യത്തിന്റെ തക്ഫീൻ പൂർണ്ണമായി കഴിഞ്ഞു. മയ്യത്ത് കഫൻ ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷമാണ് നിസ്കരിക്കേണ്ടത്. നിസ്കരിക്കുന്നത് ഉചിതമല്ലെന്നാണ് ഫുഖഹാ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ കഫൻ ചെയ്തതിന് ശേഷം മയ്യത്തിന്റെ കഫൻ പുടയിൽ ഇങ്ങനെ തീബോടുകൂടി നല്ല വസ്ത്രത്തോടുകൂടി മയ്യത്തിനെ ഖബറിലേക്ക് യാത്രയാക്കുകയാണ്. ഇതിന്റെ ഭാഗമാണ് തക്ഫീൻ. ഇതാണ് കഫൻ ചെയ്യുന്നതിന്റെ ഏകദേശ രൂപം. മയ്യത്ത് കുളിപ്പിച്ചതിന്റെ ശേഷം കഫൻ ചെയ്തതിന് ശേഷം ശരീരത്തിൽ നിന്ന് വല്ല നജസും പുറത്തു വന്നാൽ എന്ത് വേണം എന്നൊരു വിഷയം സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏത് വിധത്തിലുള്ള മാലിന്യങ്ങൾ പുറത്തു വന്നാലും മയ്യത്തിന്റെ ഉളു മുറിയുന്നതല്ല. പിന്നെ ശരീരത്തിൽ നിന്ന് അത്തരം നജസ് പുറത്തു വരുന്ന പക്ഷം അത് കഴുകിക്കളയേണ്ടതും, ഇത് കഫംപുടയിലായിട്ടുണ്ടെങ്കിൽ അത് കഴുകി മതിയാക്കാവുന്നതുമാണ്. അതേപോലെ പലപ്പോഴും ആസന്ന മരണനാണെന്ന് ഉറപ്പാകുന്ന സമയത്ത് ഞങ്ങൾ ബന്ധുക്കൾ ഡോക്ടർമാരുടെ കാര്യത്തെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും സാധാരണ ചർച്ച ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പൊ ഈ അവസ്ഥയിൽ രോഗ സന്ദർശന സമയത്ത് എന്തെങ്കിലും മര്യാദകൾ പാലിക്കേണ്ടതുള്ളതായിട്ട് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു എന്തെങ്കിലും ശരിക്കും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ ചോദിച്ചത്. പക്ഷേ ആ മയ്യിത്ത് സംസ്കരണം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ മരണാസന്ന ഘട്ടം മുതൽക്കുള്ള വിഷയങ്ങൾ പറഞ്ഞു ഒതുക്കിയെന്ന് മാത്രം. താങ്കളുടെ ചോദ്യം ഇന്ന് വർത്തമാനകാലത്ത് വളരെ പ്രസക്തമാണ്. ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാര് ഉത്തരവാദപ്പെട്ടവർ അവിടുന്ന് ആട്ടിയിറക്കിയാൽ പോലും പോകാൻ മടിക്കുന്ന ആളുകൾ രോഗിയെ വലയം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും.
ഷറൈന്റെ ദൃഷ്ടിയിൽ ഒരു രോഗി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമീപനവും സന്ദർശകരിൽ നിന്നുണ്ടാവരുത് എന്നാണ്. സംസാരത്തിലാവട്ടെ, ആ രോഗിയുടെ അടുക്കലുള്ള പ്രവർത്തനങ്ങളിലാവട്ടെ, ആ രോഗിക്ക് മാനസികമായി, ശാരീരികമായി, ആരോഗ്യപരമായി വല്ല വിഷമങ്ങളും ഉണ്ടാകുന്നതാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. സന്ദർശനം സുന്നത്താണ്. പോയി അത് കണ്ടു, രോഗിയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ പറ്റാവുന്നത് അന്വേഷിച്ചു, പിന്നെ ആ രോഗിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് സന്ദർശനം കഴിച്ച് തിരിച്ചു പോകാൻ ഓരോ സന്ദർശകരും ശ്രദ്ധിക്കേണ്ടതാണ്. രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നിലപാടും സന്ദർശകരിൽ നിന്നുണ്ടാവരുത്. ശറഈയായും അത് ശരിയല്ല എന്ന് ചുരുക്കം. ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മന്ത്രിക്കുകയോ ആ രോഗിക്ക് അതുകൊണ്ട് ശമനം ഉണ്ടാവുകയോ ചെയ്യുമെന്ന് എന്തെങ്കിലും തെളിവുകളോ ലക്ഷ്യങ്ങളോ അതിനുണ്ടോ ഇസ്ലാമിൽ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു രോഗി ചികിത്സിക്കുക എന്നത് അനുവദനീയമാണെന്നല്ല, സുന്നത്ത് കൂടിയാണ്. ചികിത്സ രണ്ടു വിധമാണ്, ഭൗതികമായും ആത്മീയമായും. ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിച്ച് ചികിത്സിക്കുന്നത് പോലെ മന്ത്രിക്കാൻ പറ്റിയ ആളുകൾ ഖുർആൻ കൊണ്ട്, ദിക്ർ കൊണ്ട് മന്ത്രിക്കുക അത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ചതും നബി തിരുമേനി മന്ത്രിച്ചതും സ്വഹാബത്ത് ആ പാത പിന്തുടർന്നതുമൊക്കെ സ്വീകാര്യയോഗ്യമായ ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയങ്ങളാണ്. ആ നിലയ്ക്ക് രോഗിയുടെ അടുക്കൽ വെച്ച് മന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നതും മന്ത്രിച്ചു കൊടുക്കുന്നതും അനുവദനീയമാണെന്നുള്ള പുണ്യകർമ്മവും കൂടിയാണ്. രണ്ടു കൂട്ടർക്കും അത് ഉപകാരപ്രദമാണ്. ഇതിനുവേണ്ടി സമയം കളയുന്നത് ശറഈയായി തെറ്റല്ലതാണ്. പിന്നെ ഈ അവസ്ഥയിൽ രോഗിയെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ സാരില്ലേട്ടോ സുഖമായി പോകും, സാധാരണത്തിന്റെ വാക്കുകൾ അങ്ങനെ എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ? അതെങ്ങനെ വരണം? ശറഈയായിട്ട് അതൊരു സുന്നത്തായ കാര്യമാണ്. രോഗിയെ സമീപിക്കുമ്പോൾ ആ രോഗിക്ക് മനസമാധാനമുണ്ടാകുന്ന ആശ്വാസകരമായ വാക്കുകൾ, സാരമില്ല, അതെത്രയും എളുപ്പം സുഖപ്പെടും, ഇതൊന്നും ഒരു വിഷയമല്ല, നിങ്ങൾ ഭയപ്പെടരുത്, ഇതൊക്കെ വലിയ എത്രയോ അസുഖങ്ങൾ വളരെ നിഷ്പ്രയാസം സുഖമായി പോയിട്ടുണ്ട്,